എല്ലാവർക്കും സുപരിചിതമാണ് നടൻ കൃഷ്ണകുമാറിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ സുപരിചിതവുമാണ്. സിന്ധു കൃഷ്ണയ്ക്കും 4 മക്കൾക്കുമെല്ലാം പ്രത്യേകം യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളും ഉണ്ട്. തങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം തന്നെ ഇവർ അവരുടെ ചാനലിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട്. ദിയയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പും അതിനുശേഷമുള്ള കാര്യങ്ങളുമെല്ലാം അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. അച്ഛനും ചേച്ചിയുമായിരുന്നു ദിയയ്ക്കു വേണ്ടി സംസാരിച്ചത്. ഇപ്പോഴിതാ ബ്ലോഗിലൂടെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് കൃഷ്ണകുമാറും കുടുംബവും. സിന്ധു കൃഷ്ണയാണ് പുതിയ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ദിയയുടെ നിറവയറിൽ തലോടി 2 വശത്തുമായി ഇരുന്ന് സംസാരിക്കുന്ന അഹാനിയെയും കൃഷ്ണകുമാറിനെയും വീഡിയോയിൽ തന്നെ കാണാം. ഹലോ എന്ന് വിളിച്ച് ബേബിയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു കൃഷ്ണകുമാർ. ചില ആംഗിളിൽ നോക്കുമ്പോൾ ഓസി പ്രഗ്നന്റ് അല്ലാത്തതുപോലെ തോന്നുന്നുമെന്നായിരുന്നു അഹാന പറഞ്ഞത്. എനിക്ക് അധികം വയറില്ലായിരുന്നു എന്നായിരുന്നു സിന്ധു കൃഷ്ണ പറഞ്ഞത്. ഞാൻ ഏത് ഭക്ഷണം കഴിച്ചാലും ബേബി നന്നായി മൂവ്മെന്റ് തരുമെന്ന് ദിയയും പറഞ്ഞിരുന്നു. പതിവ് പോലെ ഇത്തവണയും പിറന്നാളിന് മുനിയാണ്ടി വിളിച്ചിരുന്നു കൃഷ്ണകുമാറിനെ. കുടുംബത്തിൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ച് വിശേഷങ്ങൾ പങ്കിടുകയായിരുന്നു ഇരുവരും. ഞങ്ങളുടെ വീട്ടിലെ ആരുടെ ബർത്ത്ഡേ ആയാലും ചിലരുടെ വിളി വരും. ഡിക്രൂസിന്റെയും ജോണിയുടെയും വിളി കൃത്യമായി വരാറുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമാണ് അവർ. പിള്ളേരുടെ ബർത്ത്ഡേ ഞാൻ മറന്നാലും അവർ മറക്കില്ലെന്നായിരുന്നു കൃഷ്ണകുമാർ പറഞ്ഞത്. പിറന്നാൾ പ്രമാണിച്ച് കിച്ചുവിൻ്റെ ചാനലിനെ ഒന്ന് ഉയർത്തണം, ഞാൻ വ്ലോഗ് സെറ്റാക്കാമെന്നായിരുന്നു സിന്ധു കൃഷ്ണ പറഞ്ഞത്. സിന്ധു ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞ് ഞാൻ തള്ളിമറിക്കാം. എൻ്റെ വ്ലോഗ് എഡിറ്റ് ചെയ്ത് തരുമോ എന്നും കൃഷ്ണകുമാർ ചോദിക്കുന്നുണ്ടായിരുന്നു. അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്ന ഓസിയെയും അദ്ദേഹം താലോലിക്കുന്നുണ്ടായിരുന്നു. നിനക്ക് തീരെ മുടിയില്ലല്ലോ, ഇനി കുറച്ച് മുടി വളർത്തണമെന്നായിരുന്നു കൃഷ്ണകുമാറിൻ്റെ കമൻറ്റ്. നന്നായി എണ്ണയൊക്കെ വെച്ച് മസാജ് ചെയ്ത് സെറ്റാക്കാം, അതിനൊക്കെയുള്ള സമയം ഞാൻ കണ്ടെത്തുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു. നാളുകൾക്ക് ശേഷം ഞാൻ പറഞ്ഞ അതേ മാങ്ങ തന്നെ എനിക്ക് കൊണ്ടത്തന്നു. ഇടയ്ക്കൊക്കെ കടയിലുള്ളവർ അമ്മയെ പറ്റിക്കും, അമ്മ അത് തരാൻ നോക്കുമ്പോൾ എനിക്കത് മനസ്സിലാവും. ഫുഡിന്റെ കാര്യത്തിൽ എന്നെയും അച്ഛനെയും പറ്റിക്കാനാവില്ലെന്നും ദിയ പറഞ്ഞിരുന്നു. സിന്ധു കൃഷ്ണയുടെ വ്ലോഗിലൂടെയാണ് ഇപ്പോൾ മറ്റൊരു കുടുംബ വിശേഷവുമായി കൃഷ്ണകുമാറും ഫാമിലിയും എത്തിയിരിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.